നിന്റെ ജനാസ ഈ പള്ളിയിൽ വരുന്നതിന് മുമ്പേ ഈ പള്ളിയും പള്ളിപ്പറമ്പും മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? ആരാ വരുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത അല്ലാഹുവിൻ്റെ മലക്കുകൾ നിന്റെ ബയ്യത്ത് നമസ്കരിക്കാ. അല്ലാഹുവേ, പള്ളിയിലേക്ക് കടന്നു വരികയാണ്. നിന്റെ മയ്യത്ത് ഖബറടക്കാ. അല്ലാഹുവിൻ്റെ മലക്കുകൾ വരുമെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഇതിനെക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? ഇതിനെക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ നിങ്ങൾ മറന്നു പോകരുത്. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരു നിമിഷം പോലും മറക്കരുത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിനെ നീ എപ്പോഴും ഓർക്കണേ. അത് നിസ്കരിക്കുമ്പോഴാകട്ടെ, അത് ഖുർആൻ ഓതുമ്പോഴാകട്ടെ, അത് കള്ളു കുടിക്കുന്ന സമയത്താകട്ടെ, അത് വ്യഭിചരിക്കുന്ന സമയത്താകട്ടെ, അത് ഫോൺ വിളിക്കുന്ന സമയത്താകട്ടെ, ഏത് പാപം ചെയ്യുന്ന സമയത്താണെങ്കിലും എടാ ചെറുപ്പക്കാരാ, സുന്ദരിയായ പെണ്ണ് നിന്നെ വ്യഭിചരിക്കാൻ വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ നിനക്ക് ഓർമ്മ വരണമടാ. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനെ ചതിക്കുമ്പോ, കാമുകൻ നഗ്നചിത്രം ചോദിക്കുമ്പോ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എന്ത് ചെയ്യുമ്പോഴും നീ ചിന്തിച്ചോ, അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിറാണ്, അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു സാക്ഷിയാണ്. പടച്ചവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, മോളെ, മരണത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞോ? എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനുള്ള മരണം വേണോ പെങ്ങളെ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ. പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാതെ പരിശ്രമിക്കൂ. എൻ്റെ പ്രിയമുള്ള സഹോദരാ, ഒരു നിമിഷം പോലും നീ അല്ലാഹുവിനെ മറക്കല്ലേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കിക്കൊള്ളണം, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. എല്ലാം അല്ലാഹ് കാണുന്നുണ്ട്. റബ്ബ് സാക്ഷിയാണ്. അല്ലാഹ് കാണുന്നുണ്ട്. നാളെ അല്ലാഹു നിന്നോട് ചോദിക്കും, എന്നോടും ചോദിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.